ഹായ്, എല്ലാവർക്കും സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേരള ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് SCERT 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് കേരളം, മണ്ണും മഴയും മനുഷ്യനും. ഈ ചാപ്റ്ററിലെ എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കേരളത്തിലേക്ക് എത്തുന്ന അരിയുടെ നല്ല പങ്കും ഏത് പ്രദേശങ്ങളിൽ നിന്നാണ്? സീമാന്ധ്ര, ഒഡീഷ. ഇപ്പൊ കേരളത്തിലേക്ക് എത്തുന്ന അരിയുടെ നല്ല പങ്ക് എവിടുന്നാ വരുന്നത്? സീമാന്ധ്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നുമാണ്. അതുപോലെ കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പല വ്യഞ്ജനങ്ങളും എത്തിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. പച്ചക്കറികളും പൂക്കളും പല വ്യഞ്ജനങ്ങളും കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാട്. കൃഷിക്ക് ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കൃഷിക്ക് ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങളാണ് വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, മനുഷ്യാധ്വാനം. എന്തൊക്കെയാണ്? വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, മനുഷ്യാധ്വാനം. ഇനി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രധാന മണ്ണിനങ്ങളാണ് തന്നിരിക്കുന്നത്. നോക്കാം. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങളാണ് എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്. ഏതൊക്കെയാണ്? എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്. ഇനി തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ്. ഏതൊക്കെയാണ് തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിനങ്ങൾ? ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ്. അപ്പോ ചെമ്മണ്ണും ലാറ്ററൈറ്റ് മണ്ണും കേരളത്തിലും തമിഴ്നാട്ടിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു മണ്ണിനങ്ങളാണ്. ഇനി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജലലഭ്യതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. വാർഷിക മഴ 300 സെന്റിമീറ്റർ. കേരളത്തിലെ വാർഷിക മഴ എന്ന് പറയുന്നത് എത്രയാണ്? 300 സെന്റിമീറ്റർ ആണ്. നദികളോ? 44 നദികളുണ്ട്. അതുപോലെ മഴ കൂടുതലായിട്ട് ലഭിക്കുന്നതിനാല് പലയിടങ്ങളിലും ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യകത കേരളത്തിലില്ല. അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിലോ അവിടെ വാർഷിക മഴ 95.9 സെന്റിമീറ്ററേ ഉള്ളൂ. 14 നദികളേയുള്ളൂ. മഴ കുറവായതിനാല് ജലസേചന സൗകര്യം വ്യാപകമായിട്ട് തമിഴ്നാട്ടിൽ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ പല കാര്യങ്ങൾക്കുമായിട്ട് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ വാർഷിക മഴ 300 സെന്റിമീറ്റർ, നദികള് 44, മഴ ലഭിക്കുന്നതിനാല് പലയിടങ്ങളിലും ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യകത കേരളത്തിലില്ല. തമിഴ്നാട്ടിലാണെങ്കിൽ വാർഷിക മഴ 95.9 സെന്റിമീറ്റർ ആണ്. 14 നദികളേ ഉള്ളൂ. മഴ കുറവായതിനാൽ ജലസേചന സൗകര്യം വ്യാപകമായിട്ട് ഏർപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും ഏതാണ്ട് ഒരേ തരത്തിലുള്ള മണ്ണിനങ്ങളാണ് നമ്മളിപ്പോ നോക്കി. അതുപോലെ കൃഷിക്കേറ്റം അനുയോജ്യമായ മണ്ണ് ഏതാ ഇതില്? കൃഷിക്കേറ്റം അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. തമിഴ്നാടിനെ അപേക്ഷിച്ച് എക്കൽ മണ്ണ് കൂടുതലുള്ളത് കേരളത്തിലാണ്. തമിഴ്നാടിനേക്കാൾ കൂടുതൽ എക്കൽ മണ്ണ് എവിടെയുണ്ട്? നമ്മുടെ കേരളത്തിലുണ്ട്. അതുപോലെ മഴയുടെ കാര്യത്തിലും കേരളം തമിഴ്നാടിനേക്കാൾ ഏറെ മുന്നിലാണ്. തമിഴ്നാട്ടിൽ ലഭിക്കുന്ന മഴയേക്കാൾ കൂടുതൽ മഴ എവിടെ ലഭിക്കുന്നുണ്ട്? നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. ഇനി സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3ആയിട്ട് തരംതിരിക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയാണവ. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററിൽ വിശദമായിട്ട് കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 3ആയിട്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് കേരളത്തിന്റെ കിഴക്കൻ ഭൂപ്രദേശങ്ങളാണ് എന്ത്? മലനാട് എന്ന് പറയുന്നത്. കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് ഏത്? മലനാട്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എത്ര ഉയരത്തില്? സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മലനാട്. അതുപോലെ കേരളത്തിന്റെ മലനാട് എന്ന് പറയുന്നത് സഹ്യപർവ്വത നിരയുടെ, അതായത് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. തീരപ്രദേശത്തും ഇടനാട്ടിലും അനുഭവപ്പെടുന്ന താപനിലയെ അപേക്ഷിച്ച്
കുറവായിരിക്കും മലനാട്ടിലെ താപനില. ഇപ്പൊ തീരപ്രദേശത്തേക്കാളും ഇടനാട്ടിലേക്കാളും കുറവ് താപനിലയായിരിക്കും മലനാട്ടിൽ അനുഭവപ്പെടുന്നത്. ആർദ്രതയിലും ഈ കുറവ് പ്രകടമാണ്. മലനാട്ടില് ആർദ്രതയിലും ഈ കുറവ് പ്രകടമാണ്. ഇതിനുള്ള കാരണങ്ങൾ എന്താണ്? ഈ താപനിലയും ആർദ്രതയും ഒക്കെ മലനാട്ടിൽ കുറഞ്ഞു നിൽക്കാനുള്ള കാരണം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും സമുദ്രത്തിൽ നിന്നുള്ള അകലവുമാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും സമുദ്രത്തിൽ നിന്നുള്ള അകലവുമാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ. ഇനി മലനാട്ടിലെ പ്രധാന കൃഷികൾ ഏതൊക്കെയാണ്? കുരുമുളക്, ഏലം, മഞ്ഞൾ, ഇഞ്ചി, ഗ്രാമ്പു, കാപ്പി, തേയില, വാനില. ഇതൊക്കെയാണ് മലനാട്ടിലെ പ്രധാന കൃഷികൾ. ഏതൊക്കെയാണ്? കുരുമുളക്, ഏലം, മഞ്ഞൾ, ഇഞ്ചി, ഗ്രാമ്പു, കാപ്പി, തേയില, വാനില. ഇവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാണ്? താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ, ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്. എന്തൊക്കെയാണ്? താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ്, ധാരാളമായിട്ട് ലഭിക്കുന്ന മഴയുണ്ട്, നീർവാർച്ചയുള്ള മണ്ണും. ഇതൊക്കെയാണ് ഇവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ. ഈ ഭൂപ്രകൃതിയിൽ നിന്ന് ലഭിച്ച സുഗന്ധ വിളകളുടെ പെരുമ മൂലമാണ് കേരളം വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമായത്. എന്താണ്? ഈ ഭൂപ്രകൃതിയിൽ നിന്നും ലഭിച്ച സുഗന്ധ വിളകളുടെ പെരുമ മൂലമാണ് കേരളം എന്ന് പറയുന്നത് വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയത്. ഇനി ഇടനാട്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലായിട്ടാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. ഇടനാടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് തീരപ്രദേശവും ഇടനാടിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് മലനാടുമാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഇടനാടാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ ഇടനാടാണ് അതിന് ഉത്തരം. ഇവിടുത്തെ പ്രധാന വിളവൈവിധ്യങ്ങൾ ഏതൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങള്, പച്ചക്കറികള്, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ. എന്തൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയെല്ലാം ഇടനാട്ടിലെ പ്രധാന വിളവൈവിധ്യങ്ങളാണ്. ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം എന്താ? ചെറുകുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിന്റെ സാന്നിധ്യവും നദീതടങ്ങളിലെ എക്കൽ മണ്ണിന്റെ കനത്ത ആവരണവും ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം. എന്തൊക്കെയാണ്? ചെറുകുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിന്റെ സാന്നിധ്യവും നദീതടങ്ങളിലെ എക്കൽ മണ്ണിന്റെ സാമാന്യം കനത്ത ആവരണവും ധാരാളമായിട്ട് ലഭിക്കുന്ന മഴയും. എന്നാൽ ഈ വിളവൈവിധ്യം അതിവേഗം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഒട്ടുക്ക് ഇത് ദൃശ്യമാണെങ്കിലും ഏറ്റവും പ്രകടമായിട്ടുള്ളത് ഇടനാട്ടിലാണ്. ഈ വിളവൈവിധ്യം എന്ന് പറയുന്നത് അതിവേഗം അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രകടമായിട്ട് കാണുന്ന ഭൂപ്രകൃതിയാണത്. ഏത്? ഇടനാട്. വിളവൈവിധ്യത്തിൽ നിന്ന് ഏകവിളയിലേക്കുള്ള മാറ്റമാണ് ഇവിടെ വ്യാപകമായിട്ട് നടക്കുന്നത്. വിളവൈവിധ്യത്തിൽ നിന്ന് എന്തിലേക്കാണ്? ഏകവിളയിലേക്കുള്ള മാറ്റമാണ് വ്യാപകമായിട്ട് നടക്കുന്നത്. ഇനി ജോൺ ജോസഫ് മർഫി എന്നൊരു വ്യക്തിയെ കുറിച്ച് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ബോക്സ് ആണിത്. അയർലൻഡ് സ്വദേശിയായ ഇദ്ദേഹം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്തായി 1902 റബ്ബർ കൃഷി തുടങ്ങി. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മർഫി. തൊഴിലാളികൾക്കായിട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയും അദ്ദേഹം പണിതു നൽകി. അപ്പം ജോൺ ജോസഫ് മർഫിയെ കുറിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലാണ് കേരളത്തിൽ റബ്ബർ കൃഷി വ്യാപകമാകുന്നത്. എപ്പോഴാണ്? 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലാണ് കേരളത്തിലെ റബ്ബർ കൃഷി വ്യാപകമാകുന്നത്. അപ്പൊ ഈ അയർലൻഡ് സ്വദേശിയായ ജോൺ ജോസഫ് മർഫിയാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണ്? അയർലൻഡ് സ്വദേശിയായ ജോൺ ജോസഫ് മർഫി. ഈ ജോൺ ജോസഫ് മർഫി സുഹൃത്തുക്കളോടൊപ്പം റബ്ബർ കൃഷി തുടങ്ങിയ സ്ഥലം ഏതാണ്? ആലുവ, പെരിയാറിന്റെ തീരത്ത്. വർഷം ഏതാ? 1902. അപ്പം ആലുവയില് പെരിയാറിന്റെ തീരത്താണ് ഇദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം റബ്ബർ കൃഷി തുടങ്ങിയത് 1902. ജോൺ ജോസഫ് മർഫി വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് എവിടെയാ? അത് കോട്ടയത്തെ മുണ്ടക്കയത്തിനടുത്തുള്ള ഏന്തയാറിലാണ്. എവിടെയാണ്? ഏന്തയാർ.
കോട്ടയത്തെ മുണ്ടക്കയത്തിനടുത്തുള്ള ഏന്തയാറില്. ജോൺ ജോസഫ് മർഫി തൊഴിലാളികൾക്കായിട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തി. പിന്നെന്താണ്, നാട്ടുകാർക്കായിട്ട് വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഇനി കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയാണ് ഏത്? ഈ റബ്ബർ എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയാണ് റബ്ബർ. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കേരളത്തിലെ ഭൂപ്രകൃതി ഇടനാടാണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കേരളത്തിലെ ഭൂപ്രകൃതി ഏതാ? ഇടനാട്. റബ്ബർ വ്യാപകമാകുന്നതിന് മുൻപ് ഇടനാട്ടിൽ കൃഷി ചെയ്തിരുന്ന പ്രധാന വിളകള് മരച്ചീനി, കാച്ചില്, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികള്, ഏത്തവാഴ മുതലായവയൊക്കെ ആയിരുന്നു. എന്താണ്? റബ്ബർ കൃഷി വ്യാപകമാകുന്നതിന് മുൻപ് ഇടനാട്ടില് മരച്ചീനി, കാച്ചില്, ചേന അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളും ഏത്തവാഴയൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത്. എന്തുകൊണ്ടാണ് ഇടനാട്ടിലെ വിളവൈവിധ്യം റബ്ബറിന് വഴിമാറിയത്? അത് റബ്ബറിന്റെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം നമുക്ക്. ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിയാൽ ഏറെക്കാലം വിളവ് ലഭിക്കും. ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിയാൽ ഏറെക്കാലം വിളവ് ലഭിക്കും. അതുപോലെ താരതമ്യേന ഉയർന്ന ലാഭവും ദീർഘകാല ആദായവും റബ്ബറിന് കർഷകരുടെ ഇടയിൽ സ്വീകാര്യത നൽകുന്ന ഘടകങ്ങളാണ്. എന്താണ്? താരതമ്യേന ഉയർന്ന ലാഭവും ദീർഘകാല ആദായവും അത് റബ്ബറിന് കർഷകരുടെ ഇടയിൽ സ്വീകാര്യത നൽകുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കണ്ടാണ് ഇടനാട്ടിലെ വിളവൈവിധ്യം റബ്ബറിന് വഴിമാറിയത്. അതുപോലെ തന്നെ സ്ഥിരതയാർന്ന വിളവും താരതമ്യേന കുറഞ്ഞ രോഗബാധയും റബ്ബറിന്റെ പ്രത്യേകതയാണ്. വേറെന്തൊക്കെയാണ്? സ്ഥിരതയാർന്ന വിളവും കിട്ടും, താരതമ്യേന കുറഞ്ഞ രോഗബാധയുമേ എന്തിനുണ്ടാകാറുള്ളൂ? റബ്ബറിന് ഉണ്ടാകാറുള്ളൂ. ഇടനാടിന്റെ ഭൂപ്രകൃതി, മണ്ണ്, കാലാവസ്ഥ എന്നിവ റബ്ബറിന്റെ വളർച്ചയ്ക്ക് ഏറെ അനുകൂലമാണ്. ഇടനാടിന്റെ ഭൂപ്രകൃതി, മണ്ണ്, കാലാവസ്ഥ ഇതൊക്കെ റബ്ബറിന്റെ വളർച്ചയ്ക്ക് അനുകൂല ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇടനാട്ടിൽ റബ്ബറാണ് കൃഷിയിടങ്ങൾ കൈയടക്കുന്ന മുഖ്യവിള. അപ്പോ ഇടനാട്ടില് കൃഷിയിടങ്ങൾ കൈയടക്കുന്ന മുഖ്യവിള ഏതാണ്? റബ്ബർ. ജീവിതശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങളാണ് തന്നിരിക്കുന്നത്. എന്തൊക്കെയാന്ന് നോക്കാം. റബ്ബർ നൽകുന്ന സ്ഥിരതയാർന്ന വരുമാനം കർഷകരില് താരതമ്യേന മെച്ചപ്പെട്ട സാമ്പത്തിക ഭദ്രത കൈവരുത്തുന്നതിനിടയായി. റബ്ബർ നൽകുന്ന സ്ഥിരതയാർന്ന വരുമാനം കർഷകരിൽ താരതമ്യേന മെച്ചപ്പെട്ട സാമ്പത്തിക ഭദ്രത കൈവരുന്നതിനിടയായി. അതുപോലെ വിദ്യാസമ്പന്നരായ ജനങ്ങൾ മറ്റു തൊഴിലുകൾ തേടിപ്പോയതും മെച്ചപ്പെട്ട വരുമാനം സ്ഥിരമായി ലഭിക്കാൻ തുടങ്ങിയതും അവരെ ഉപഭോഗ സംസ്കാരത്തിലേക്ക് നയിച്ചു. വീട്ടാവശ്യത്തിന് വേണ്ട പച്ചക്കറികളും മറ്റും കൃഷി ചെയ്തിരുന്ന ഇടങ്ങളും ഒക്കെ എന്തായി? റബ്ബറിന് വഴിമാറി. അത് നൽകിയ വരുമാനം ഉപയോഗിച്ച് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്ന ശീലം ജനങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ജീവിതശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. റബ്ബർ കൃഷി ജീവിതശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? റബ്ബർ നൽകുന്ന സ്ഥിരതയാർന്ന വരുമാനം കർഷകരിൽ താരതമ്യേന മെച്ചപ്പെട്ട സാമ്പത്തിക ഭദ്രത കൈവരുന്നതിനിടയായി. വിദ്യാസമ്പന്നരായ ജനങ്ങള് മറ്റു തൊഴിലുകൾ തേടിപ്പോയതും മെച്ചപ്പെട്ട വരുമാനം സ്ഥിരമായി ലഭിക്കാൻ തുടങ്ങിയതും അവരെ ഉപഭോഗ സംസ്കാരത്തിലേക്ക് നയിച്ചു. വീട്ടാവശ്യത്തിന് വേണ്ട പച്ചക്കറികളും മറ്റും കൃഷി ചെയ്തിരുന്ന ഇടങ്ങളുമൊക്കെ റബ്ബറിന് വഴിമാറി. അത് നൽകിയ വരുമാനം ഉപയോഗിച്ച് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്ന ശീലം ജനങ്ങളിലേക്ക് വ്യാപിച്ചു. ഇനി അടുത്ത് നമ്മൾ തീരപ്രദേശമാണ് നോക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്ററിൽ താഴെ മാത്രം ഉയരമുള്ള ഭൂപ്രകൃതിയാണ് തീരപ്രദേശം. തീരപ്രദേശത്തെ മുഖ്യ വിളകൾ ഏതൊക്കെയാണ്? തെങ്ങ്, നെല്ല്. തീരപ്രദേശത്തെ മുഖ്യ വിളകളാണ് തെങ്ങ്, നെല്ല്. തീരപ്രദേശത്ത് തെങ്ങ്, നെല്ല് എന്നിവ വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ കാരണം എന്താണ്? താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിന്റെ നിക്ഷേപം നെൽകൃഷിക്കും തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും അനുകൂലമാണ്. എന്താണ്? താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിന്റെ നിക്ഷേപം നെൽകൃഷിക്കും തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും അനുയോജ്യമാണ്. തീരപ്രദേശത്തെ കർഷകര് മറ്റു തൊഴിലുകളിലേക്ക് മാറാൻ നിർബന്ധിതരാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? തെങ്ങ്, നെല്ല് എന്നിവ വ്യാപകമായി കൃഷി ചെയ്തിരുന്ന തീരപ്രദേശ മേഖലകൾ കാലക്രമേണ ജനവാസ കേന്ദ്രങ്ങളായി മാറാൻ തുടങ്ങി. ഇതുമൂലം കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായ കുറവുണ്ടായി. വിത്ത്, വളം തുടങ്ങിയവയുടെ വില വർധനവ് കൃഷി ആദായകരമല്ലാതാക്കി. എന്തൊക്കെയാണ്? തെങ്ങ്,
നെല്ല് എന്നിവ വ്യാപകമായി കൃഷി ചെയ്തിരുന്ന തീരപ്രദേശ മേഖലകള് കാലക്രമേണ ജനവാസ കേന്ദ്രങ്ങളായിട്ട് മാറി. അതുമൂലം കൃഷിഭൂമിയുടെ അളവില് കാര്യമായ കുറവുണ്ടായി. പിന്നെയോ വിത്ത്, വളം തുടങ്ങിയവയുടെയൊക്കെ വില വർധനവും കൃഷി ആദായകരമല്ലാതാക്കി. അങ്ങനെ തീരപ്രദേശത്തെ കർഷകര് മറ്റു തൊഴിലിലേക്ക് മാറാനായിട്ട് നിർബന്ധിതരായി. ഇനിയോ തീരപ്രദേശത്തെ മാറുന്ന ജീവിതക്രമം നോക്കാം. സംസ്ഥാനത്തിന്റെ പൊതുഭൂവിനിയോഗത്തിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലായിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുളങ്ങളും വയലുകളും മണ്ണിട്ട് നികത്തി മറ്റാവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതും കുന്നിടിക്കുന്നതും കുന്നിൻ ചെരുവുകളിൽ അശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതുമൊക്കെ ഇന്ന് കേരളത്തിൽ വ്യാപകമാണ്. കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് മലയാളി പിന്മാറാനുള്ള കാരണങ്ങൾ. നൂതന തൊഴിൽ മേഖലകൾ വന്നതോടെ പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു. കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വരുമാനം മറ്റു മേഖലകളിൽ നിന്ന് ലഭിക്കും. എന്തൊക്കെയാണ്? നൂതന തൊഴിൽ മേഖലകൾ വന്നതോടെ പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു. കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വരുമാനം മറ്റു മേഖലകളിൽ നിന്ന് ലഭിക്കും. അതൊക്കെ കൊണ്ട് തന്നെ കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് മലയാളി പിന്മാറാൻ തുടങ്ങി. ശാരീരിക അധ്വാനം വേണ്ടിയിരുന്ന കൃഷിപ്പണികളിൽ നിന്നും പിന്മാറിയത് മൂലം മലയാളിയുടെ ജീവിത രീതിയിലും ആരോഗ്യ സുരക്ഷയിലും മാറ്റങ്ങൾ ഉണ്ടായി. അപ്പൊ ശാരീരിക അധ്വാനം വേണ്ടിയിരുന്ന കൃഷിപ്പണികളിൽ നിന്നും പിന്മാറിയത് മൂലം മലയാളിയുടെ ജീവിത രീതിയിലും ആരോഗ്യ സുരക്ഷയിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായി. ഈ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് പുതുതലമുറ രോഗങ്ങൾ അഥവാ ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് എന്ത്? പുതുതലമുറ രോഗങ്ങൾ അഥവാ ജീവിതശൈലി രോഗങ്ങൾ. ഏതൊക്കെയാണത്? രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നതാണ്. രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം ഇതൊക്കെ എന്താണ്? ജീവിതശൈലി രോഗങ്ങൾ അഥവാ പുതുതലമുറ രോഗങ്ങളാണ്. ഇനി കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെയുള്ള പ്രധാന വിളകളുടെ ഭൂവിസ്തൃതിയിലെ വ്യത്യാസമാണ് പട്ടികയിൽ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. 1961, 1987, 2011 എന്നീ വർഷങ്ങളിലാണ് തന്നിരിക്കുന്നത്. നെല്ല് 1961 7.5 ലക്ഷം ഹെക്ടറിലായിരുന്നു കൃഷി ചെയ്തിരുന്നത്. അത് 1987 ആയപ്പോൾ 6.04 കുറഞ്ഞു. 2011 അത് 2.08 ആയിട്ട് കുറഞ്ഞു. നോക്കാം. 7.5 ആയിരുന്നു നെല്ലിൻ്റെത്, അത് 6.2 ആയിട്ട് കുറഞ്ഞു. 2011 അത് 2.08 കുറഞ്ഞു. ഇനി മരച്ചീനിയോ? 1961 മരച്ചീനി കൃഷി ചെയ്തിരുന്ന ഭൂവിസ്തൃതി എന്ന് പറയുന്നത് 2.37 ആയിരുന്നു. 87 ആയപ്പോൾ അത് 1.72 കുറഞ്ഞു. 2011 അത് 0.75 കുറഞ്ഞു. അപ്പൊ നെല്ലിന്റെയും മരച്ചീനിയുടെയും 2011 ആയപ്പോഴേക്കും വളരെയധികം ഭൂവിസ്തൃതിയിൽ കുറവ് വന്നിട്ടുണ്ട്. ഇനി തെങ്ങ് നോക്കിയേ. 1961 5.05 ആയിരുന്നു. അത് 1987 ആയപ്പോൾ 7.75 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 2011 അത് 8.21 വർദ്ധിച്ചു. അതുപോലെ തന്നെ റബ്ബർ 1961 1.33 ആയിരുന്നു. അത് 1987 ആയപ്പോൾ 3.59 വർദ്ധിച്ചു. 2011 5.40 അത് വർദ്ധിച്ചു. അപ്പം നെല്ലും മരച്ചീനിയുടെ ഭൂവിസ്തൃതി കുറഞ്ഞു, തെങ്ങിന്റെ റബ്ബറിന്റെയും വർദ്ധിച്ചു. ഏതൊക്കെ വിളകളുടെ ഭൂവിസ്തൃതിയിലാണ് കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? നെല്ലിന്റെയും മരച്ചീനിയുടെയും. ഏത് വിളയുടെ ഭൂവിസ്തൃതിയിലാണ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്? അത് നെല്ലിന്റെയാണ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്. 7.5 ആയിരുന്നത് 2.8 മാറി. പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള വിളകളിൽ കേരളത്തിലെ ഏറ്റവും അധികം ഭൂവിസ്തൃതിയിൽ കൃഷി ചെയ്യുന്ന വിള ഏതാ? ഏറ്റവും അധികം ഭൂവിസ്തൃതിയിൽ കൃഷി ചെയ്യുന്ന വിളയാണ് തെങ്ങ്. 5.05 ആയിരുന്നു, ഇപ്പോൾ അത് 8.21 മാറി. ഇനി ഒരു ബോക്സ് തന്നിരിക്കുന്നത് നോക്കാം. കൃഷി ചെയ്യാൻ എന്തിനാ മണ്ണ്? കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷെ മണ്ണില്ല. നഗരവാസികളുടെ സ്ഥിരം പരാതികളിൽ ഒന്നാണിത്. ഹൈഡ്രോപോണിക്സ് അതിനൊരു പരിഹാരമാണ്.
സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ച് നൽകുകയാണിവിടെ. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കൾ നൽകാവുന്നതാണ്. വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ സഹായകമാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടിയാണ് ഈ കൃഷിരീതി നടപ്പാക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പയറും പാവലും ഒക്കെ മുകളിലേക്ക് പടരുന്നതിനാൽ സ്ഥലക്കുറവ് പ്രശ്നമാകില്ല. അപ്പം മണ്ണുപയോഗിക്കാതെയുള്ള കൃഷിരീതിയാണ് എന്ത്? ഹൈഡ്രോപോണിക്സ്. ഇവിടെ വേരുകൾക്ക് പടരാനായിട്ട് തൊണ്ട്, ചരല് തുടങ്ങിയ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. പിന്നെയോ സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതുലവണങ്ങള് വെള്ളത്തിൽ അലിയിച്ച് നൽകുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ സഹായിക്കുന്ന മാർഗം ഏതാ? അത് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് ആണ്. മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടിയാണ് ഈ കൃഷിരീതി നടപ്പിലാക്കുന്നത്. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ തലത്തിലുള്ള സംരംഭമാണ് VFPCK. ഏതാണ്? VFPCK. എന്താണ് ഫുൾ ഫോം? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ തലത്തിലുള്ള ഒരു സംരംഭമാണിത്. പഴങ്ങള്, പച്ചക്കറികള്, സുഗന്ധവിളകള്, കൂണിനങ്ങള്, ഔഷധ സസ്യങ്ങള് എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാന സർക്കാർ സംരംഭമാണ് എന്ത്? സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ. പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകള്, കൂണിനങ്ങള്, ഔഷധ സസ്യങ്ങള് എന്നിവയുടെയൊക്കെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാന സർക്കാർ സംരംഭമാണ് എന്ത്? സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ. അതോടൊപ്പം തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതും ഈ മിഷന്റെ ലക്ഷ്യമാണ്. ഹോർട്ടിക്കൾച്ചർ മിഷന്റെ മറ്റൊരു ലക്ഷ്യമാണ് തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ VFPCKയുടെ ഫുൾ ഫോം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ തലത്തിലുള്ള സംരംഭമാണ് VFPCK. അടുത്തൊരു ബോക്സ് നോക്കാം. ഹരിത കൃഷി. നൂതന കൃഷി രീതികളെ കുറിച്ചിട്ടുള്ളതാണത്. അതിൽ ഒന്നാമത്തെയാണ് ഹരിതഗൃഹ കൃഷി. എന്താണ്? കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായിട്ട് സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ്. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായിട്ട് സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് എന്ത്? ഹരിതഗൃഹ കൃഷി അഥവാ ഗ്രീൻ ഹൗസ് ഫാമിംഗ്. അടുത്തത് കൃത്യതാ കൃഷി. എന്താണ് കൃത്യതാ കൃഷി? ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണ് കൃത്യതാ കൃഷി. പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്യതാ കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. അപ്പൊ എന്താണ് കൃത്യതാ കൃഷി? ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണ് കൃത്യതാ കൃഷി. ഈ കൃത്യതാ കൃഷി എവിടെയൊക്കെ പ്രയോജനപ്പെടുത്താം? പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്യതാ കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. അടുത്തതാണ് ഫെർട്ടിഗേഷൻ. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. വെള്ളവും വളവും കണികാരൂപത്തില് ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് എന്ത്? ഫെർട്ടിഗേഷൻ. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഇതിന്റെ പ്രത്യേകത. വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഫെർട്ടിഗേഷന്റെ പ്രത്യേകത. ഇനി കാർഷിക വിളകളെ അവയെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. തേയില, കുരുമുളക് ഇവ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ഭൂപ്രകൃതിയാണ് മലനാട്. റബ്ബർ, മരച്ചീനി ഇവ കൂടുതൽ കൃഷി ചെയ്യുന്ന ഇടം ഏതാ? അത് ഇടനാടാണ്. തെങ്ങ്, നെല്ലൊക്കെ ആണെങ്കിലോ അത് കൂടുതൽ കൃഷി ചെയ്യുന്നത് തീരപ്രദേശത്തുമാണ്. അപ്പം തേയില, കുരുമുളക് കൂടുതൽ കൃഷി ചെയ്യുന്നത് മലനാട്ടില്. റബ്ബർ, മരച്ചീനി ഇവ കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇടനാട്ടില്. തെങ്ങ്, നെല്ല് എന്നിവയാണെങ്കിൽ അത് തീരപ്രദേശത്തും. അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് നമുക്ക് ഈ 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.